വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാൻ. ഇപ്പൊ നമ്മളെ എൻ്റെ ഒരു വോയിസ് നല്ലോണം ഇങ്ങനെ കടന്ന് കളിക്കുന്നുണ്ട്. സിഹർ ബാത്തിലാക്കാൻ എത്ര 7,800, ചെറിയ തോതിൽ 3,800. എന്തായാലും അപ്പോ തങ്ങൾക്ക് കാര്യം പിടികിട്ടി, ഒപ്പം നിന്ന് ചതിച്ചതാണെന്ന്. വോയിസ് ക്ലിപ്പ് പുറത്തായതിന്റെ കാരണം ഇപ്പൊ മനസ്സിലായല്ലോ എല്ലാവർക്കും, മുത്തുമണികൾക്ക്. അപ്പൊ എന്തായാലും ബാക്കി കാര്യങ്ങളും കൂടി നമുക്കൊന്ന് കാണട്ടോ, എന്താണ് തങ്ങൾ പറയണത്. അപ്പൊ എങ്ങനെ തുടങ്ങല്ലേ? ദുനിയാവൊരു ചതിക്കുഴയാണ്, ദുനിയാവൊരു ചതിക്കുഴയാണ്. ആ ചതിക്കുഴിൽ അല്ലാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അപ്പൊ തങ്ങൾപ്പാപ്പന്റെ ഒന്നും അറിയാത്തൊരു നമുക്ക് ഇന്നത്തെ വീഡിയോ നല്ല ബർക്കത്തോടു കൂടി നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ എനിക്ക് എന്റെ തുടങ്ങി മോനെ. സബ്സ്ക്രൈബേഴ്സിനോട്, എന്റെ വീഡിയോ കാണുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്റെ എല്ലാ വീഡിയോയും കാണണം. അല്ലാതെ നിങ്ങൾ എന്ത് തങ്ങളുപ്പാവന്റെ വീഡിയോ ഇടുമ്പോ മാത്രം കാണണം, മറ്റു വീഡിയോസ് ഒന്നും നിങ്ങൾ കാണുന്നില്ല. ഞാൻ വേറെ എന്തെങ്കിലും വീഡിയോ ഇടുമ്പോൾ തങ്ങളുപ്പാവന്റെ വീഡിയോയില് 10,000, 20,000, 50,000, 1,00,000 വ്യൂസ് ഒക്കെ, മറ്റേ വീഡിയോസ് ഇടുമ്പോ 1,000, 2,000 വ്യൂസ് ഒക്കെ. നിങ്ങൾ എന്റെ എല്ലാ വീഡിയോസും കാണണം. അതാണ് നിങ്ങൾ ആദ്യം പറയാനുള്ളത്. എന്നാലും നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ആവും. നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ എന്താ, തങ്ങളുപ്പാപ്പൻ ആരോ ചതിച്ച്, തങ്ങളുപ്പാപ്പൻ ആരോ കൂട്ടത്തിൽ നിന്ന് കൂടെ നിന്ന് ചതിച്ച് തങ്ങളുപ്പാപ്പനെ. എനിക്ക് സത്യം പറഞ്ഞ സൈക്കിളില്ല. ഞാൻ ഇന്നലെ മുതൽ സത്യം പറഞ്ഞാൽ ഉറങ്ങിയിട്ട് തന്നെ അല്ല. ആ ഇതിങ്ങനെ കേൾക്കുമ്പോ അതിങ്ങനെ മനസ്സിലേക്ക് വരുമ്പോ എന്തോ ഒരു വിഷമം. ആളൊരു പാവാണ്. അപ്പൊ ആ ഒരു പാവത്തിനെ കൂടെ നിന്നിട്ടൊക്കെ ഒരാൾ ചതിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ തങ്ങളിപ്പോ ആദ്യം വന്ന് പറഞ്ഞിരുന്നു എന്റെ വോയിസ് AI ആണ്, ഒരു AI-ലൊക്കെ വോയിസ് ഇറങ്ങിയിട്ടുണ്ട്, ജെമിനിയിൽ വോയിസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ആ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് ഇവിടെ വെക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. എന്തിനെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എന്റെ വോയിസ് ഒക്കെ ഇല്ലാത്ത വോയിസുകൾ എന്തൊക്കെ ഇറങ്ങിയിട്ടില്ല. AI ജെമിനി, ജെമിനി നിർത്തില്ലേ, ഇതൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ കയറിയാൽ അപ്പൊ തങ്ങളിപ്പ എന്ന് പറഞ്ഞത് എന്റെ വോയിസ് ഒക്കെ AI ഇറങ്ങുന്നുണ്ട്. അപ്പൊ നമ്മളൊക്കെ ചോദിച്ചിരുന്നു ഏത് വോയിസ് ആണ് തങ്ങളിപ്പാപ്പന്റെ AI വോയിസ് ഇറങ്ങിയത് എന്ന്. അപ്പൊ ഇപ്പൊ എന്തായാലും AI ഒന്നല്ല കേട്ടോ, സംഭവം തന്നെയാണ് തങ്ങളിപ്പാപ്പ പറഞ്ഞ്. അതില് കൺവിൻസ് ആയില്ല ആളുകള്. അപ്പൊ തങ്ങളിപ്പാപ്പ പറഞ്ഞ് ഇത് AI ഒന്നല്ല. നമുക്ക് ആ വീഡിയോയിലേക്ക് ആദ്യം കിടക്കാം. എന്താണ് തങ്ങളിപ്പാപ്പ പറയുന്നത്? സീർ ബാത്തിലാക്കാന് 7,800, താൽക്കാലികമായി ബാത്തിലാക്കാനും 3,000. ഈ വോയിസ് ലീക്ക് ആയത് എന്താണെന്ന് തങ്ങളിപ്പാപ്പ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് നമുക്ക് ആദ്യം കേൾക്കാം. വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാൻ. ഇപ്പൊ നമ്മളെ എൻ്റെ ഒരു വോയിസ് നല്ലോണം ഇങ്ങനെ കടന്ന് കളിക്കുന്നുണ്ട്. സിഹർ ബാത്തിലാക്കാൻ എത്ര 7,800, ചെറിയ തോതിൽ 3,800. അതിന്റെ ബാക്കിലേക്ക് ഒരുപാട് ചതികളുണ്ട്. അതൊരു പെണ്ണിന് അയച്ച വോയിസ് ഒന്നുമല്ല. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ടൊന്നും പറയുന്നില്ല. ചില തങ്ങന്മാർക്ക് വിഷമം ഉണ്ടാവും. അപ്പൊ ചതിയാണ്, ചതിയാണ്, ചതിയാണ്. അപ്പൊ ഞാൻ ആർക്കും ഒരു മറുപടി കേട്ടോ. നമ്മളെ കൂടെ ഉള്ളവരെന്ത്, നമ്മളിപ്പോ കൂടെ നിന്നിട്ട് ചതിക്കുന്നത് കേട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഓക്കെ, ഞാൻ എന്നെ അറിയുന്നവർക്കറിയാം, എന്നെ അറിയുന്നവർക്കറിയാം എന്ത് ഞാൻ ഏത് ചികിത്സ ചെയ്യുന്നത്. ഒരു കോഴിമുട്ടന്റെ ചികിത്സ പോലും ഇവിടെ ഇല്ല. ഇവിടെ ഒരു കോഴിമുട്ടന്റെ ചികിത്സ ഒരു ശൈത്താൻ ഇളക്കി അങ്ങനത്തെ ഒന്നും ഇവിടെ എനിക്കറിയാം. ഞാൻ ഒന്നിനും മറുപടി പറയാൻ അതൊക്കെ റബ്ബ് തീരുമാനം. അപ്പോ അതൊരു ചതിയാണ്. ഞാനതിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് എന്റെ കൂടെ എന്നെ വിശ്വസിച്ച് എനിക്കത് മനസ്സിലായ ചതിയാണെന്ന്. അതിന്റെ ബാക്കിൽ അത് ഒരാൾക്ക് അയച്ചു കൊടുത്തതാണ്. എന്തിനറിയാം, മുപ്പരി നമുക്ക് ഇഷ്ടം പോലെ ആളുകളുണ്ട്, എനിക്ക് ഇഷ്ടം പോലെ ചിരിക്കുന്ന ആളുകൾ നോക്കാം. പക്ഷെ ചികിത്സ ഇല്ലാത്ത കുറെ അതിനെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ എല്ലാ മുത്തുമണികളും മനസ്സിലാക്കുക, കഴിഞ്ഞ തങ്ങളിപ്പാപ്പന്റെ വോയിസ് AI ഒന്നല്ല. ആ വോയിസ് AI ഒന്നല്ല. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അങ്ങനെ ഒരു വോയിസ് AI ഇറക്കാൻ കഴിയൂല, അത് ഏത് കൊച്ചു കുട്ടികൾക്ക് വരെ മനസ്സിലാവുന്നു. പക്ഷെ എന്നിട്ടും കുറെ മുത്തുമണികൾ തങ്ങളിപ്പാപ്പന്റെ വോയിസ് AI ആണെന്ന് വിശ്വസിച്ച മുത്തുമണികളുണ്ട്. അപ്പൊ തങ്ങളിപ്പാപ്പ ആദ്യത്തെ വാക്കിൽ നിന്ന് മാറിയിട്ടുണ്ട്. AI വോയിസ് ഒന്നല്ല, അത് ഒറിജിനൽ തന്നെയാണ്. പക്ഷെ കൂടെ നിന്ന ഒരാള് കുതികാല് വെട്ടിയതാണ്. കൂടെ നിന്നൊരാൾ തങ്ങളിപ്പാപ്പനെ ചതിച്ച്. ഞാൻ ചിരിക്കണ നോക്കണ്ട, സത്യം പറഞ്ഞ വിഷമമുണ്ട്. എനിക്ക് അയാളെ പാവായിട്ടാ തോന്നല്. ഇങ്ങനെയൊക്കെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിലും തങ്ങളിപ്പാപ്പന്റെ ചിരി ഇതൊക്കെ കാണുമ്പോ സത്യം പറഞ്ഞ ആളൊരു നിഷ്കളങ്കനാണ്. അപ്പൊ കൂടെ നിന്നൊക്കെ ഒരാൾ ചതിക്കുക എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര വിഷമമുണ്ട് സത്യത്തില്. അപ്പൊ തങ്ങളിപ്പാപ്പന്റെ അടുത്തിരിക്കുന്ന ബിസിനസ് പാർട്ട്ണറായ മറ്റൊരു മോചനുണ്ട് അപ്പുറത്തിരിക്കുന്നത്.
അപ്പൊ ആ ഉസ്താദ് അറിയാതെ മൈക്കെടുത്ത് സംസാരിക്കണുണ്ട്. ആ ഉസ്താദ് സംസാരിക്കണമെന്ന് നിങ്ങൾ കേൾക്കണം. അതിൽ അവസാന ഭാഗങ്ങൾ പ്രത്യേകം കേൾക്കണം. തങ്ങളിപ്പാപ്പ ദേയൊന്നല്ല ചതിച്ചതാണെന്ന് പറഞ്ഞിട്ട് വെച്ചപ്പം മൂപ്പര് മൈക്കെടുത്ത് സംസാരിക്കാണ്. എന്താ പറയുക, ഞങ്ങൾ തന്നെ വോയിസ് ഇടുന്ന സമയത്ത് ഞങ്ങളോട് പറയും സൂക്ഷിക്കണം. താങ്കൾ എന്നോട് തന്നെ ഏത് ഒരാൾ നമ്മളോട് ഇപ്പോൾ വാട്സപ്പിൽ വരികയാണെങ്കിലും അതുപോലെ ഫോൺ വിളിക്കുകയാണെങ്കിലും എപ്പോഴും തരുന്നൊരു ഉപദേശമാണ് അത് നമ്മുടെ വോയിസുകൾ വളരെ സൂക്ഷിക്കണം. കാരണം നമ്മൾ തിരിച്ചെടുക്കാൻ കഴിയില്ല. അപ്പൊ തങ്ങൾ തന്നെ ഇങ്ങനെ ഏ രൂപത്തിൽ അത് ഭയങ്കര അത്ഭുതപ്പെട്ടു. ഏ രൂപത്തിൽ അത് ഭയങ്കര അത്ഭുതപ്പെട്ടു. ഏ രൂപത്തിൽ അത് ഭയങ്കര അത്ഭുതപ്പെട്ടു. നിങ്ങളെന്താ മൂല്യാരെ നിങ്ങള് അത് തങ്ങളിപ്പോ AI അല്ല എന്നൊക്കെ പറഞ്ഞു വരുമ്പോ അത് കൂടെ നിന്ന് ഒരാൾ ചതിച്ചാണ് നിങ്ങൾ വീണ്ടും AI ആണെന്നാ പറയുന്നത്. മൂപ്പര് വീണ്ടും AI ആണ് അറിഞ്ഞു. തങ്ങളിപ്പാപ്പ അതൊക്കെ വിട്ട് തങ്ങളിപ്പാപ്പ AI അതൊക്കെ ക്യാൻസൽ ചെയ്ത് ഇപ്പൊ ആളെ ചതിച്ചതാണ്, ഒറിജിനൽ വോയിസ് ആണെന്ന് കൺഫേം ആയി മൂല്യാരെ. നിങ്ങൾ ഇനി തങ്ങളിപ്പാപ്പ ഓരോന്നും ഇങ്ങനെ പറഞ്ഞു തരുമ്പോ മൂപ്പരെ കൊളാക്കാൻ നോക്കുക. AI ഒക്കെ വിട്ട് AI ഒന്നല്ല, ഒറിജിനൽ തന്നെയാണ്. മൂപ്പര് ഇപ്പോഴും AI ആണ് അറിഞ്ഞിക്കാണ്. തങ്ങളിപ്പാപ്പ ഒരു സൈഡിൽ നിന്ന് എന്തൊക്കെ ഇപ്പൊ ഇത് ലെവലാക്കി കൊണ്ടുവരികയാണ്. ആദ്യം AI ആണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറ്റി തിരുത്തി വരുമ്പോ മൂപ്പര് പിന്നെ AI ആണെന്നൊക്കെ പറഞ്ഞപ്പോ അത്ഭുതം തോന്നിയല്ലോ. തങ്ങളിപ്പാപ്പ ഒറിജിനൽ ആണെന്ന് പറയാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് ആ വോയിസ് ജെമിനി ഉണ്ടാക്കിയതൊന്നല്ല, ആ വോയിസ് AI ആണ്. ഇൻഷാ അല്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്തായാലും ബാക്കി കേൾക്കിങ്ങൾ. അപ്പൊ അതൊന്ന് നമ്മളെ സംബന്ധിച്ച് ഞാൻ ആർക്കും എന്തല്ല മറുപടി കൊടുക്കാനൊന്നുമില്ല. അതൊരു ചതിയാണ്, അതൊരു ചതിയാണ്. വിശ്വാസമല്ല, അതുപോലെ ഉറപ്പായിക്കോട്ടെ. പക്ഷെ ഞാൻ വ്യക്തമായിട്ട് പറയാൻ മറുപടി കൊടുക്കുമ്പോൾ ചിലപ്പോൾ കുറെ ആൾക്കാർക്ക് വിഷമം ഉണ്ടാക്കും. കുറെ ചോദിക്കുന്ന ആളാണ് എന്ന് പറയണ്ട. നമ്മളൊന്ന് പറയാൻ, അള്ളാഹു എല്ലാവർക്കും ദുനിയാവൊരു ചതിക്കുഴയാണ്, ദുനിയാവൊരു ചതിക്കുഴയാണ്. ആ ചതിക്കുള്ളിൽ അള്ളാഹു നമ്മളെ പെടുത്താതിരിക്കട്ടെ. അപ്പോ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും പറഞ്ഞോന്ന് മാത്രം, അതിനെക്കുറിച്ച് വിശദീകരിക്കൊന്നുമില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. എനിക്ക് മറുപടി കൊടുക്കാനൊന്നുമില്ല, എനിക്ക് അതിന് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് തങ്ങളിപ്പാപ്പ ഇപ്പൊ കഴിഞ്ഞ വോയിസിൽ എന്റെ ഒരുപാട് വോയിസ് AI ആണ് ഇറങ്ങണേ, അതിലൊന്നും വിശ്വസിക്കരുത് മുത്തുമണികളെ എന്നൊക്കെ പറഞ്ഞപ്പോ എന്തിനാണ് ഇപ്പൊ അന്നപ്പോ എന്തിനാ വിശദീകരിച്ചേ? AI വോയിസ് ആണ്, ജെമിനി ആണ്, എന്റെ അതേപോലെ ഫോട്ടോ വെച്ച് എന്റെ അതേ വോയിസ് ഒക്കെ ഇറക്കാണെന്ന് പറഞ്ഞ എന്തിനാണ് ചോദിക്കാൻ കേട്ടോ. ഞാൻ അങ്ങനെ താഴ്മയോടെ ചോദിക്കാണ്, അല്ലാതെ നിങ്ങളോട് വെല്ലുവിളിക്കല്ലേ. ഞാൻ കുരുത്തക്കേടൊന്നും ഞാൻ അങ്ങനെ ഉദ്ദേശിക്കല്ല കേട്ടോ. കുരുത്തക്കേടൊന്നും വേണ്ട. ഞാൻ സത്യം പറഞ്ഞ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ആളാണ്, നിങ്ങളെ ഇഷ്ടമാണ് എനിക്ക്. അപ്പൊ അതിന്റെ അപ്പുറത്തിരിക്കുന്ന ബിസിനസ് പാർട്ട്ണർ മറ്റേ ഉസ്താദ് കുറച്ചും കൂടി ഒന്നും പഠിക്കാണ്ട്, അല്ല രണ്ടാളും ഒന്ന് സിങ്ക് ആവാണ്ട്. കാരണം ചിലപ്പോ ഇതിൽ തന്നെ 2-3 പ്രാവശ്യം തങ്ങളൊന്ന് പറയണേ ഉസ്താദ് വേറൊന്നും അങ്ങോട്ട് ചേർച്ചല്ലാതെ പോകുന്നുണ്ട്. അപ്പൊ അതൊന്ന് ക്ലിയർ ആക്കിയാല് നല്ല കുറച്ചും കൂടി സെറ്റ് ആവും. ഊക്കുന്നുണ്ടല്ലോ. മുത്തുമണികൾക്കൊക്കെ കുറച്ചും കൂടി ഒരു ഉറപ്പും വിശ്വസ്തതയൊക്കെ വരും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് തങ്ങളിപ്പോ ആദ്യം പറഞ്ഞത് കളവാണോ എന്ന് നമ്മള് സംശയം. എനിക്ക് സംസാരിക്കാൻ പേടിയാണ്, എനിക്ക് കുത്തക്കേട് കട്ടുന്നൊരു പേടിയുണ്ട്. അതാണ് ഞാനിങ്ങനെ ഒറ്റയടിക്ക് താറടിച്ച് സംസാരിക്കാത്ത. അതാണ് വല്ല സംസാരിക്കണ അതാണ്. അപ്പൊ തങ്ങളിപ്പോ ആദ്യം കളവ് പറഞ്ഞോ? AI വോയിസ് ഒക്കെ ഇറങ്ങിന്ന് പറഞ്ഞു. ഇത് AI വോയിസ് അല്ല. തങ്ങളിപ്പാപ്പന്റെ ഏത് വോയിസ് ആണ് AI ഇറക്കിയത്? ഈ വോയിസ് ഏതെങ്കിലും മുത്തുമണികളോ തങ്ങളിപ്പാപ്പന്റെ അനുയായികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഒന്ന് തങ്ങളിപ്പാപ്പക്ക് കാണിച്ചു കൊടുക്കുക. നിങ്ങളെ വോയിസ് AI ഇറക്കിയതാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ ഏത് വോയിസ് ആണ് AI ഇറക്കിയ വോയിസ്? ആ ഒരൊറ്റ വോയിസ് നിങ്ങളെ ലൈവിലോ എവിടെയെങ്കിലും ഒന്ന് നിങ്ങൾ കാണിക്കുവോ? നിങ്ങൾ ഏതെങ്കിലും ഒരൊറ്റ വോയിസ് നിങ്ങൾ പറയുന്ന അതേപോലെ ആരെങ്കിലും ഒരാള് AI കൊണ്ട് വോയിസ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആ വോയിസ് നിങ്ങൾ കാണിക്കേണ്ടത് നിങ്ങളെ ബാധ്യതയാണ്. നിങ്ങൾ ലൈവില് നിങ്ങൾ കാണിക്കി നിങ്ങൾ ഏതെങ്കിലും ഒരു വോയിസ് AI ഇറക്കിയതാണ്. അല്ലെങ്കിൽ അപ്പൊ അന്ന് നിങ്ങൾ പറഞ്ഞത് കളവല്ലേ? തങ്ങളിപ്പ അറിയാൻ പറ്റാത്തോണ്ട് ചോദിക്കുക. നിങ്ങളിപ്പം പറഞ്ഞ ഇതെന്തായാലും AI അല്ല, ഇത് കൂടെ നിന്ന് ഒരാൾ ചതിച്ചതാണ്. നിങ്ങൾ ഏത് വോയിസ് ആണ് AI ഇറക്കിയത് എന്ന് തങ്ങളിപ്പ ദയവ് ചെയ്തിട്ട് എല്ലാവർക്കും കാണിക്കണം, എല്ലാവർക്കും അറിയാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ തങ്ങളിപ്പോ അന്ന് പറഞ്ഞത് കളവാണെന്ന് ഞങ്ങൾ വിശ്വസിക്കേണ്ടി വരും. എനിക്കതങ്ങട്ട് വിശ്വസിക്കാൻ കഴിയില്ല. തങ്ങളിപ്പോ കളവ് പറഞ്ഞതാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഒരു AI വോയിസ് ഉണ്ടാവുന്നതാണ്, തങ്ങളിപ്പോ അപ്പൊ അത് കാണിച്ചു തരുന്നതാണ്. അല്ലാതെ എനിക്കൊരിക്കലും തങ്ങളിപ്പോ കളവ് പറഞ്ഞതെന്ന് എനിക്ക് ഒരിക്കലും എന്റെ മനസ്സിനെ അത് ഇങ്ങോട്ട് പറഞ്ഞ് ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയണില്ല എനിക്ക്. അപ്പൊ ഏതെങ്കിലും മുത്തുമണികൾ എനിക്ക് കുരുത്തക്കേട് തട്ടാന് പാണ്ടിലോറിന്റെ അടിയിൽ ചെല്ലുന്നൊക്കെ പറഞ്ഞ മുത്തുമണികള് താഴെ കമന്റ് ബോക്സിൽ ഒരുപാട് കാണാം. എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ അക്കൗണ്ട് ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അതിലൊക്കെ എവിടെയെങ്കിലൊക്കെ ചെന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം,
ഈ തങ്ങളുപ്പാപ്പന്റെ വോയിസ് നിങ്ങൾ അയച്ചുതരാണെങ്കിലും മതി, അങ്ങനെ ഒന്ന് അയച്ചുതരണം. ഒന്ന് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. എന്തൊക്കെ തങ്ങളുപ്പാപ്പന്റെ മുത്തുമണികൾ കുരുത്തക്കേട് തരാൻ നിൽക്കുകയാണ് എനിക്ക്. ഞാൻ ഓരോ കാര്യം